വി.ഡി. സതീശന് ഇപ്പോൾ നല്ല സമയമാണ്. എവിടെ തൊട്ടാലും അടി കിട്ടുന്ന അവസ്ഥയാണ്. പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടിവെച്ച് സതീശന് പറ്റിയ അമളികൾ എന്ന പേരിൽ ഒരു ബുക്ക് ഇറക്കിയാൽ എപ്പോ വിറ്റുപോയി എന്ന് ചോദിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇറക്കുന്നത് ജീവചരിത്രമായാലും സംഭവം ഇതുപോലെ തന്നെ. വടി കൊടുത്ത് അടി വാങ്ങാൻ പ്രത്യേക കഴിവ് തന്നെയാണ് പുള്ളിക്ക്. ഒന്നും ചെയ്യാനില്ലെങ്കിലും ഞാൻ ഇവിടെ ഉണ്ടെന്നറിയിക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം പുള്ളിക്ക്. പണി ഇരുന്ന് വാങ്ങുന്ന ജന്മം. കഴിഞ്ഞ ദിവസം നിയമസഭയിലും പുള്ളി ഈ തന്ത്രം ഒന്ന് പയറ്റി നോക്കിയിരുന്നു. പക്ഷെ അത് ഏറ്റില്ല എന്ന് മാത്രമല്ല, എം.പി. രാജേഷിന്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയപ്പോൾ സതീശ് അണ്ണൻ നിക്കറിൽ മുള്ളിയെന്നാണ് കേട്ടത്. ലഹരിക്ക് രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുക്കുന്നുവെന്ന വാചകങ്ങളെയാണ് എം.പി. രാജേഷ് ഒഴിച്ചുമടുക്കി കയ്യിൽ കൊടുത്തത്. 2015 നടന്ന ഒരു കേസിനെ സർക്കാരിന്റെ പോരായ്മയായി ചിത്രീകരിച്ചായിരുന്നു സതീശൻ സംസാരിച്ചു തുടങ്ങിയത്. എന്നാൽ ആ കേസിനെ കുറിച്ച് തന്നെയാണ് എം.പി. രാജേഷും സംസാരിച്ചത്. 2015 ജനുവരി 31 പുലർച്ചെയാണ് സെലിബ്രിറ്റി അടക്കം അറസ്റ്റിലായ സംഭവം ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കുറ്റപത്രം 2015 മാർച്ച് 28 സമർപ്പിച്ചു. രണ്ടാമത്തെ കുറ്റപത്രം 2016 ഫെബ്രുവരി 11 സമർപ്പിച്ചു. രണ്ടും നടന്നത് UDF ഭരണകാലത്തായിരുന്നു. ഈ കേസിൽ എറണാകുളത്ത് നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ഇടപെട്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറയട്ടെ എന്നും മന്ത്രി പറഞ്ഞു. മാത്രമല്ല, ആ അനുഭവം വെച്ച് തങ്ങളെ വിമർശിക്കാൻ വരരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. 2018 ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ കൊക്കെയിൻ കേസായിരുന്നു ഇത്. കൊക്കെയിൻ കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ ലഹരി കേസിലെ പ്രതികളെ എറണാകുളം സെഷൻസ് കോടതി വെറുതെ വിടുകയായിരുന്നു. ഷൈൻ ടോമിന് വേണ്ടി അഭിഭാഷകൻ രാമൻ പിള്ള കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നു. കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് നടൻ ഷൈൻ ടോം ചാക്കോയും മോഡലുകളും പിടിയിലാകുന്നത്. 2015 ജനുവരി 30 സംഭവം. 8 പ്രതികളായിരുന്നു കേസിലുണ്ടായിരുന്നത്. ഇവരിൽ ഒരാൾ ഒഴികെ എല്ലാവരും വിചാരണ നേരിട്ടിരുന്നു. തുടർന്ന് മുഴുവൻ പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കി. കാര്യം പോലെ കേട്ടപ്പോൾ ഉത്തരം മുട്ടിപ്പോയി പ്രതിപക്ഷ നേതാവിന്. പുള്ളി ഒന്ന് ചൊറിയാൻ ചെന്നതാ. പക്ഷെ അപ്പുറത്ത് നിന്നത് സിംഹമാണെന്ന കാര്യം പുള്ളി മറന്നുപോയി. ചൊറിയാൻ ചെന്ന സതീശനെ എം.പി. രാജേഷ് മാന്തി വിട്ടു. എന്തായാലും പിന്നെ സഭ തീരും വരെ പുള്ളി അനങ്ങിയിട്ടില്ല എന്നാണ് കേട്ടത്. നിയമസഭയിലൊക്കെ വരുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു പ്രിപ്പറേഷൻ വേണ്ടേ നേതാവേ? അല്ലാതെ മീൻചന്തയിൽ പോകുന്നത് പോലെ പോവാൻ പറ്റിയ സ്ഥലമല്ലല്ലോ ഇത്. അല്ലെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ തന്ത്രങ്ങളൊന്നും ഇപ്പോ പഴയതുപോലെ ഏൽക്കുന്നില്ല. KPCC പ്രസിഡന്റിനെ മാറ്റാൻ ആവുന്നത് നോക്കിയിട്ടും നടന്നില്ലെന്ന് മാത്രമല്ല, കൂടെ നിന്നവരും ഒത്തു പറഞ്ഞവരുമെല്ലാം നൈസായിട്ട് മറുകണ്ഠം ചാടുകയും ചെയ്തു. അതിന്റെ തെളിവാണല്ലോ കഴിഞ്ഞ ദിവസം K. സുധാകരനും മുല്ലപ്പള്ളിയും കൂടി എല്ലാം പറഞ്ഞു തീർത്തത്. ഇതിന്റെയൊക്കെ വിഷമത്തിൽ നിൽക്കുമ്പോൾ ആർക്കായാലും ചെറുതായിട്ടൊക്കെ പണിയൊന്ന് പാളും. അതിത്രയ്ക്ക് വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ ഒന്നേന്ന് തുടങ്ങണ്ടേ? ഇലക്ഷൻ ആണെങ്കിൽ ഇങ്ങ് അടുത്തു. കൂടുതൽ സമയവുമില്ല. അടുത്ത തവണ മുഖ്യമന്ത്രി ആവാനുള്ളതല്ലേ?